നമസ്കാരം. ഞാൻ ബിന്ദുജി പിള്ളെ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു ചെറുകഥയാണ്. കഥയുടെ പേര് കുടത്തിലെ ഭൂതം. നേരം പുലരുന്നതേ ഉള്ളൂ. വഴിവിളക്കുകൾ അണഞ്ഞു തുടങ്ങി. നനുത്തുറഞ്ഞ മഞ്ഞുതുള്ളികൾ പുൽത്തകിടിയിൽ കണ്ണുനീർ തുള്ളി കണക്കെ ചിതറിക്കിടക്കുന്നു. ദിവാകരൻ്റെ വരവും കാത്ത് കിളിനാദങ്ങളുടെ കളകളാരവം കാതിൽ മന്ത്രിക്കാൻ തുടങ്ങി. പതിവ് പോലെ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഗാനം ഉയർന്നു കേൾക്കുന്നുണ്ട്. എങ്ങും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. വിജനമാ വീതികളിലൂടെയുള്ള യാത്ര അതീവ ദുർഘടം തന്നെ. റാണി അവളുടെ കഥനകഥകൾ കേൾപ്പിച്ചുകൊണ്ടേയിരുന്നു. കനൽക്കാറ്റിൻ്റെ കാഠിന്യം ശരീരമാസകലം തുളച്ചു കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ പല ഭവനങ്ങളിലും ആളുകളില്ല. എല്ലാം മാറാല പിടിച്ചു കിടക്കുന്നു. സിനിമാ കഥയിലെ യക്ഷിക്കഥ പോലെയുണ്ട് നിരവധി ഭവനങ്ങൾ. റാണി യാത്ര തുടർന്നു. ഇരുചക്രവാഹനത്തിൻ്റെ പിൻസീറ്റിൽ ഇരുന്ന് പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചിരിക്കുകയാണ്. അല്പം അകലെ പച്ചപ്പരവതാനി വിരിച്ച കുട്ടനാടിൻ്റെ ചാരുത വിളിച്ചോതുന്ന പുൽത്തകിടികൾ കണ്ട് നിർവൃതി കൊണ്ടു. 100 മേനി വിളയുന്ന കതിർ കണ്ട് അവർ ഒരു സ്വർണ്ണക്കൂടാരം മനസ്സിലൊരുക്കി. വിധിയുടെ വിളയാട്ടം. അവരുടെ നെൽപ്പാടം മുഴുവൻ പെയ്ത്തുവെള്ളത്തിൽ മുങ്ങി. കറുത്തിരുണ്ട മേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞു. സൂര്യ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി റാണിയെ ഒന്നു നോക്കി. മനസ്സ് പതറി. വാനോളം ഉയർത്തിയ സ്വപ്നങ്ങളെല്ലാം കൈവിട്ടുപോയി. സൂര്യ കരഞ്ഞു. റാണി കൈപിടിച്ചുകൊണ്ട് മൊഴിഞ്ഞു, ഏട്ടാ കരയല്ലേ, അടുത്ത വർഷം 100 മേനി വിളവ് നമ്മൾ എടുക്കും. സൂര്യ മുഖം പൂഴ്ത്തി മടിയിൽ ഒരു കൊച്ചു കുട്ടിയെപ്പോലെ വിങ്ങി വിങ്ങി കരഞ്ഞു. റാണിയുടെ ശബ്ദശകലം കേട്ട ഉടനെ സൂര്യയുടെ വിങ്ങലിൽ അല്പം സംതൃപ്തി ഉണ്ടായി. സൂര്യയുടെ കിനാവിൻ്റെ താഴ്വരയിൽ റാണിക്ക് ഒരു സ്വർണ്ണഗോപുരം പണിതുയർത്തി. കുടത്തിലെ ഭൂതത്തെ പോലെ അടച്ചിരിക്കാതെ നമ്മൾക്ക് വെളിയിൽ വരണം. കണ്ണുനീർ തുള്ളികൾ തുടച്ചുകൊണ്ട് സൂര്യ ചാടി എഴുന്നേറ്റു റാണിയെ ആലിംഗനം ചെയ്തു. കറുത്തിരുട്ട നിശകളോടെ അവർ യാത്ര പറഞ്ഞ് ഗൃഹത്തിലെത്തിച്ചേർന്നു. വീട്ടിലെ മാലാഖ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെയും കാത്ത് ഉമ്രപ്പടിയിലിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി കഴിക്കാൻ വടയും പഴംപൂരിയും കൊടുക്കാനായി മകളുടെ അടുത്ത് ചെന്നപ്പോൾ പൊട്ടിക്കരഞ്ഞു. നിശാഗന്ധിയുടെ ഗന്ധവും കൂരിരുട്ടും വൃക്ഷങ്ങളുടെ മർമ്മര ശബ്ദവും കാത്തുവിനെയും ഹരിതയും ഭീതിതയാക്കി. തലയിൽ മാതാപിതാക്കൾ സ്നേഹവാത്സല്യത്തോടെ സ്പർശിച്ചപ്പോൾ കാത്തു ഭയപ്പാടിൽ നിന്നും മുക്തയായി. ഹരി കുറുമ്പ് മോണ കാട്ടി ചിരിച്ചു. പ്രകൃതിയുടെ ലീലാവിലാസങ്ങളിൽപ്പെട്ട് നീറുന്ന സൂര്യയുടെ വദനം ഉദയസൂര്യനെ പോലെ തെളിഞ്ഞു. തെളിമയാർന്ന സൂര്യൻ്റെ സുന്ദരവദനവുമായി അവർ എത്തിച്ചേർന്നു. ആരോടും പറയാതെ പ്രഭാതത്തിൽ തന്നെ മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു ചെറു കിടാങ്ങളെപ്പോലെ അവൻ്റെ ജോലി തുടർന്നു. സൂര്യഹൃത്തിലുള്ള വേദന അടക്കി അവനെ വണങ്ങി. പകൽ അന്ത്യോളം വേലയെടുക്കുന്ന നീ എൻ്റെ ഹൃത്തിൽ മുറിവേൽപ്പിക്കാതെ നീ എന്നെ ചേർത്ത് പിടിക്കൂ. സൂര്യ തൊഴുകയ്യോടെ പ്രാർത്ഥനാനിരതനായി നിന്നു. അയൽവാസിയായ ശോഭ ചേച്ചി മുറ്റമടിക്കായിരുന്നു. ഹേ, ഇദ്ദേഹത്തിന് എന്തു പറ്റി? ഒരിക്കൽ പോലും ഇദ്ദേഹത്തെ ഈ വിധത്തിൽ കണ്ടിട്ടേയില്ല. ശോഭ ചേച്ചി മുറ്റം അടിക്കുന്ന ചൂലുപേക്ഷിച്ച് വാതിലുകൾ തള്ളി തുറന്ന് അകത്ത് കയറി ഇരിപ്പുറപ്പിച്ചു. രഘു ശോഭ ശോഭ എന്ന് നീട്ടി വിളിക്കുന്നുണ്ട്. ശോഭയുടെ കലുഷിതമായ മത്തങ്ങ പോലെ വീർത്തു കെട്ടിയ മുഖഭാവത്തോടെ ഭർത്താവിനെ ശ്രദ്ധിക്കാതെ ഒളിയമ്പുകളോടെ നോക്കിയിരുന്നു. ഹേ, ശോഭയ്ക്കെന്തു പറ്റി? രഘു വിഷാദ മനസ്സുമായി ശോഭയുടെ അരികത്തിരുന്നു. അയൽവാസിയുടെ പ്രാർത്ഥന ശോഭയുടെ നിരാശ ഉളവാക്കി. ശോഭനയുടെ മനസ്സിൽ ഉൾവിളികൾ അവരെ മുറിവേൽപ്പിക്കാനുള്ള പ്രാർത്ഥനയാണെന്നാണ് കലുഷിതമായ ചിന്താഗതി. ഇര തേടാൻ വട്ടമിട്ട് പറക്കുന്ന പരുന്തിനെ പോലെ പാറി നടന്നു. സ്വന്തം ഗൃഹത്തിലെ ജോലി ഉപേക്ഷിച്ച് അന്യൻ്റെ വീട്ടിൽ എത്തി നോക്കി ജീവിക്കുന്ന എന്തിന്? സ്വന്തം സുഖം നോക്കി നന്മയുടെ വെളിച്ചം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുത്തുകൊണ്ടുള്ള ജീവിതം എത്ര സുന്ദരമാണ്, ചിന്തിച്ചു നോക്കൂ. ശോഭയുടെ ഭർത്താവ് പറഞ്ഞു. രഘുവിൻ്റെ വാക്ക് കേട്ട് ഒന്ന് ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ശോഭ ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, ഭർത്താവ് പറഞ്ഞതിൽ 100% ശരിയാണ്. ഇടുങ്ങിയ ചിന്താഗതിയാണ് നമ്മളിൽ ഓരോ വ്യക്തികളിലും നിക്ഷിപ്തമായിട്ടുള്ളത്.
അത് മാറണം എന്ന് ശോഭ തീരുമാനിച്ചു. കുടത്തിൽ കിടക്കുന്ന ഒരു ഭൂതമല്ല നമ്മൾക്ക് വേണ്ടിയത്, അനിർനിർവചനീയമായ ഒരു മനസ്സാണ് നമ്മൾക്ക് വേണ്ടത്. നന്ദി, നമസ്കാരം.